ഈ പകലിൻ്റെ അലച്ചിലുകളേക്കാൾ പരിതാപകരമാണ് രാത്രിയുടെ അലച്ചിലുകൾ. പകലിങ്ങനെ നമ്മൾ എന്തിനെങ്കിലും കഷ്ടപ്പെട്ടിട്ട് ഒരു റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അത് ഇത്രയേ ഉള്ളൂ. പക്ഷെ ഉറക്കം ഉളച്ചിട്ട് കുറേ നേരം ഒരു ശ്രമം നടത്തി ഒരു ഫലം കിട്ടാതെ പോയാൽ അത് കുറച്ചുകൂടെ ദുഃഖം കൂടുതലാണ്. ഈ പ്രഭാതത്തിൽ ഉറക്കമിളപ്പിൻ്റെ മാത്രമല്ല, കുറേ നിരാശകൾ. അവിടെയാണ് ഞാൻ ഈ നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് വായിച്ചു തന്നൊരു വേദഭാഗം നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കേണ്ടത്. ആ രാത്രിയിൽ അവർ ഒന്നും പിടിച്ചില്ല. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. ഇന്ന് നാം ഒരുമിച്ച് ചിന്തിക്കുന്നത് ഈ വാക്യത്തെക്കുറിച്ചാണ്. ഈ വാക്യത്തെ ഞാൻ ഈ കാലഘട്ടവുമായിട്ട് ബന്ധിപ്പിക്കുക. 2 ചോദ്യം ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് ചോദിക്കും. ആ 2 ചോദ്യം നിങ്ങളോട് മാത്രമല്ല, കാലം ചോദിക്കുന്ന ചോദ്യമാണ്. ആ ഓരോ ചോദ്യത്തിനും 2 ഉത്തരങ്ങൾ വീതം തിരുവചനം തരുന്നുണ്ട്. ഇന്ന് രാത്രി ഇതാണ്, ആ രാത്രിയിൽ അവർ ഒന്നും പിടിച്ചില്ല. ആ ചോദ്യം, 2 ചോദ്യങ്ങൾ, 2 ചോദ്യങ്ങൾക്ക് 2 ഉത്തരങ്ങൾ. ശ്രദ്ധിക്കുമോ? ആ രാത്രിയിൽ അവർ ഒന്നും പിടിച്ചില്ല. എന്തുകൊണ്ട്? അതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. ഈ കാലഘട്ടം ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വൈ മീ? എനിക്കെന്തുകൊണ്ട്? ആർക്കും കുഴപ്പമില്ല, ചുറ്റുപാടുകളിലൊക്കെ നല്ല കാര്യങ്ങൾ, ഞാൻ മാത്രം എന്തുകൊണ്ട് ഗുണപ്പെടാതെ കിടക്കുന്നു? എൻ്റെ അധ്വാനങ്ങൾ മാത്രം എന്തുകൊണ്ട് ഫലശൂന്യമാകുന്നു? ഞാൻ ചോദിക്കുന്നതാണ് വൈ, എന്തുകൊണ്ട്? ഈ ശൂന്യമായ വലയും നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, എന്തുകൊണ്ട്? ഈ മുക്കുവപ്പണിയിൽ ഡോക്ടറേറ്റ് ഉള്ള ആളാണ് ശീമോൻ പത്രോസ്. നല്ല 1-ാം തരമായിട്ട് ഏത് മീൻ എവിടെ എപ്പോ എങ്ങനെ ഒക്കെ അറിയാം. പ്രൊഫഷണലാണ്, സ്മാർട്ടാണ്. പക്ഷേ തൻ്റെ പ്രൊഫഷണലിസം മുഴുവൻ പരാജയപ്പെട്ട ഈ രാത്രി പോലെ ഒരു പരൽമീൻ പോലും കിട്ടാത്ത ഒരു രാത്രി മുൻപുണ്ടായിട്ടില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട് പ്രയത്നങ്ങൾ നിഷ്ഫലമാകുന്നു? 2 ഉത്തരങ്ങളുണ്ട്. അതാണ് നമ്മുടെ ആദ്യ ഭാഗം. എന്നെ കേൾക്കുന്ന സ്നേഹിത, നമ്മുടെ ആദ്യ ഭാഗം അതാണ്. ശൂന്യമായൊരു വല 2022 ജനുവരി മാസത്തിൻ്റെ അവസാനത്തെ രാത്രിയിൽ നമ്മുടെ ജീവിതത്തോടാണ് ചോദിക്കുന്നത്, എന്തുകൊണ്ട് പ്രയത്നങ്ങൾ നിഷ്ഫലമാകും? മിടുക്കനായിരുന്നിട്ടും കഴിവുണ്ടായിരുന്നിട്ടും ഏറെ സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും എന്തേ വലശൂന്യമായി കുഞ്ഞേ? എന്തുകൊണ്ട് പ്രയത്നങ്ങൾ നിഷ്ഫലമായി? ഒന്നാമത്തെ ഉത്തരം, കടപ്പാടുകളെ മറക്കുന്ന കർമ്മങ്ങൾ നിഷ്ഫലം, ഫലശൂന്യം. Deeds that forget obligations are fruitless. കടപ്പാടുകളെ മറക്കുന്ന, നിങ്ങൾക്കറിയില്ലേ ഈ ശീമോൻ പത്രോസ് പണ്ട് ആരായിരുന്നു? എപ്പോഴും ഒരു നാറുന്ന മീൻനാറ്റത്തിൻ്റെ ശരീരം, നാറുന്ന വലയും വള്ളവും ഉപജീവനത്തിൻ്റെ സാധ്യതകളും ഒക്കെ ഉപേക്ഷിച്ചിട്ട് തൻ്റെ ജീവിതത്തിൻ്റെ ഇന്നലകളിലെ ഉറക്കവുമില്ലാത്ത രാത്രികൾ, അധ്വാനത്തിൻ്റെ പകലുകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ശീമോനെ വിളിച്ച് പത്രോസ് എന്ന ഐഡന്റിറ്റി കൊടുത്തിട്ട് നല്ലൊരു അഡ്രസ്സും നല്ലൊരു സ്റ്റാറ്റസും കൊടുത്തയാളാണ് തമ്പുരാൻ. കഴിഞ്ഞ 3.5 വർഷം അപ്പോസ്തോലൻ എന്ന മഹത്തായ ഒരു പദവിയും പാരമ്പര്യവും ജീവിതത്തിൽ ചാർത്തിക്കൊടുത്തിരുന്നു പത്രോസിന്. എന്നാൽ ഇന്നലകളുടെ മഹത്വത്തെ മറന്നിട്ട് പഴയതിലേക്ക് മടങ്ങിപ്പോകുന്നു. കടപ്പാടുകളെ മറന്നു. അവരൊരു യൂടേൺ എടുക്കുകയായിരുന്നില്ല. ശീമോൻ പത്രോസും കൂടെയുള്ളവരും ജീവിതത്തിൻ്റെ കുറേയേറെ തൊഴിലുകളിൽ നിന്ന് ദൈവം വിളിച്ച ഒരു വലിയ പദവിയിലേക്ക് ഒരു ഐഡന്റിറ്റി, അഡ്രസ്സ് ഉണ്ടാക്കി കൊടുത്തിരുന്നു. കടപ്പാടുകളെ മറക്കുന്ന ശീമോൻ. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറഞ്ഞപ്പോൾ ഒക്കെ ഉപേക്ഷിച്ചതാണ്. വീണ്ടും പഴയതിലേക്ക് പോയി.
ഇതുപോലെ ഇന്നലകളെ മറക്കുന്നൊരു കാലം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. നമുക്ക് മറവി കൂടുതലാണ്. ഡിമെൻഷ്യ അതൊരു രോഗമാണ്. തലച്ചോറിൽ ഓർമ്മയുടെ കോശങ്ങൾ മുറിഞ്ഞു മാറും. വാർദ്ധക്യത്തിലാണത്. ലോകത്ത് 4.5 കോടി ഡിമെൻഷ്യ പേഷ്യൻസ് ഉണ്ടെന്നാണ് പറയുക. അത് കൂടിക്കൊണ്ടിരിക്കുക. പ്രായമുള്ളവരുടെ മറവി, ഡിമെൻഷ്യ. മറ്റൊന്നുണ്ട് അംനീഷ്യ എന്ന് പറയും. എന്ന് വെച്ചാൽ ലോങ് ടൈം മെമ്മറി, കുറച്ച് നാളത്തെ ഓർമ്മ പോവും. അതിനപ്പുറം കൂടെ ജീവിക്കുന്നവരെ ചിലപ്പോൾ മറന്നു പോവും. 6ാം ക്ലാസ്സിൽ മാവേൽ എറിഞ്ഞത് ചിലപ്പോൾ ഓർക്കും, പഴയ ഓർമ്മ കിട്ടും. ഇസ്രായേൽ മക്കൾക്ക് ഇതുണ്ട്. വാഗ്ദത്ത നാട്ടിലേക്ക് പോയപ്പോൾ ചെറിയ പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ അവർ ഇന്നലത്തെ മന്ന മറക്കുകയും പണ്ട് മിസ്രൈമിലെ ഇറച്ചിക്കലങ്ങളുടെ അടിയിലെ ചിക്കൻ്റെ ചാറ് ഓർമ്മ വരികയും ചെയ്തു. അവർ പറയുന്നുണ്ട്, അവിടെ കിടന്നിരുന്നെങ്കിൽ ഇറച്ചിയുടെ ചാറെങ്കിലും കിട്ടിയെന്നെ. ഇന്നലത്തെ മന്ന മറന്നു, പഴയ ചെറിയ തിളക്കങ്ങൾ ഓർത്തു. നമുക്കുമുണ്ട് ഈ രോഗം. കടപ്പാടുകളെ മറക്കുന്ന ഡിമെൻഷ്യ, അംനീഷ്യ. വേറൊന്നുണ്ട് അൽഷിമേഴ്സ്. അതൊരു 30 വയസ്സുള്ള ആൾക്ക് വരാം, 17കാരന് വരാം. ഒന്നും ഓർക്കില്ല. നമുക്കിന്ന് മറവിയുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, സ്വന്തം ജീവിത പങ്കാളിയുടെ മൊബൈൽ നമ്പർ കാണാതെ പറയാം. ഭർത്താക്കന്മാരോടാണ് എടുത്തു ചോദിക്കുന്നത്. സ്വന്തം ഭാര്യയുടെ മൊബൈൽ ഫോൺ നമ്പർ കാണാതെ പറയാമോ? പക്ഷെ ഒരു 20 വർഷം മുമ്പ് നമുക്കൊരു 6 ലാൻഡ് ഫോൺ നമ്പരെങ്കിലും കാണാതെ അറിയാമായിരുന്നു, പറയുമായിരുന്നു. നമുക്ക് പണ്ട് നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് വാങ്ങിയ ഒരു സ്കൂട്ടറുണ്ട്. ആ പഴയ ചേതക്, അല്ലെങ്കിൽ ആ പഴയ SD, അല്ലെങ്കിൽ പഴയ ആ ഒരു ചെറിയ വണ്ടി. അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ഇപ്പോഴും കാണാതെ അറിയാം, അല്ലേ? പക്ഷെ ഇപ്പം നമ്മുടെ പോർച്ചിൽ 1ഉം 2ഉം 3ഉം വണ്ടികളുണ്ട്. ആൾക്ക് ഓരോന്നുണ്ട്. ഇപ്പോൾ ഒരെണ്ണത്തിൻ്റെ നമ്പർ കാണാതെ പറയാം ഇല്ല. എന്തുകൊണ്ട്? കൊഴുപ്പ് കൂടുന്തോറും, സമൃദ്ധി കൂടുന്തോറും ഓർമ്മകൾ വേലിയിറങ്ങിപ്പോവും. എന്നാൽ നമ്മുടെ 2 പോക്കറ്റിൽ മൊബൈലുണ്ട്. മെമ്മറി കാർഡിൽ ആയിരക്കണക്കിന് ഫോൺ നമ്പറുകളുണ്ട്, അല്ലേ? മാഞ്ഞു പോയത് മനസ്സിൻ്റെ മെമ്മറി കാർഡാണ്, അല്ലേ? അമ്മച്ചിമാരുടെ കയ്യിൽ പോലും ഹാർഡ് ഡിസ്കുകളുണ്ട്, എണ്ണമറ്റ സ്റ്റോറേജ് പ്ലേസ് ഉണ്ട്. എത്ര GB ആണ് നമ്മുടെ കയ്യിലുള്ളത്? മാഞ്ഞുപോയത് മനസ്സിൻ്റെ മെമ്മറി കാർഡാണ്, ഓർമ്മകൾ. സഹോദരങ്ങളെ, നമുക്കൊക്കെ ചേരുന്ന ഒരു പക്ഷിയുണ്ട് വേദപുസ്തകത്തിൽ. നോഹയുടെ പെട്ടകത്തിലെ മലങ്കാക്കയാണ്. മലങ്കാക്കയെ പറത്തിവിട്ട നോഹ പറഞ്ഞത്, എൻ്റെ കുഞ്ഞു പക്ഷി കാക്കയെ പോയി വെള്ളം ഇറങ്ങിയൊന്ന് നോക്കിയിട്ട് വാ. കാക്ക പോയി, താഴെ പോയി, തിരിച്ചു വന്നോ? ഇല്ല. എന്തുകൊണ്ട്? വരാമെന്നും പറഞ്ഞാ പോയത്. പക്ഷെ താഴെ ചെന്നപ്പോൾ എക്കലടിഞ്ഞ ഭൂമിയിൽ 100 കണക്കിന് മൃതശരീരങ്ങൾ. ചിക്കൻ ബിരിയാണി കണ്ടതുപോലെ ഇപ്പോൾ എച്ചിൽ കണ്ട കാക്ക. പഴയ കരുതൽ മറന്നുപോയി. നമുക്ക് ചേരും ആ പര്യായം. ഏത്? മലങ്കാക്ക. കടപ്പാടുകളെ മറക്കുന്ന കർമ്മങ്ങൾ ഫലശൂന്യം. നമ്മൾ പറയാറുണ്ട്, കൊച്ചിന് ഭയങ്കര കുരുത്തക്കേടാണ്, അല്ലേ? ചുമ്മാതെയാണ്, വെറുതെയാണ്. കുട്ടികൾക്ക് കുരുത്തക്കേടില്ല, കുട്ടികൾക്ക് കുസൃതി മാത്രമേ ഉള്ളൂ. ഗുരുത്വത്തിൻ്റെ കേട് നമുക്കാ. ഇന്നലകളെ ഇതുപോലെ മറക്കുന്ന ഒരു കാലം. ശീമോന്റെ മറവി, കടപ്പാടുകളൊക്കെ മറന്നു, കൂടെ നടന്നവരെ വിസ്മരിച്ചിട്ട് ദേ വലയുമായി പോയിരിക്കുന്നു. കടപ്പാടുകളെ മറക്കുന്ന കർമ്മങ്ങൾ ഫലശൂന്യം. നമ്മുടെ വിചാരം നമ്മൾ അന്നേ ഇത്ര ഉണ്ടായിരുന്നു എന്നാ. ഇപ്പം നമ്മൾ പലതും പറയുന്നുണ്ട്. എനിക്കാരോടും കടപ്പാടുമില്ല, ആരോടും കടമില്ല. ഞാൻ ചോദിക്കട്ടെ, ഏത് കടം വിട്ടിട്ട് നമ്മൾ പോവും? ഗുരുക്കന്മാർ നൽകിയ വെളിച്ചം വീട്ടുമോ കടം? അപ്പന്റെ വിയർപ്പ് കടം വിട്ടുമോ? അമ്മയുടെ വേദന കടം വിട്ടുമോ? ഇല്ല. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുമ്പോൾ ഭയങ്കര ആഘോഷമാണല്ലോ. ഹായ് ഗൈസ് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇടുന്നു. ബ്ലാക്ക് ഫോറസ്റ്റ് ജീവിതം തന്നെ ഒരു കറുത്ത കാടാണ്. പിന്നെ അത് പ്രത്യേകിച്ച് മുറിക്കേണ്ട കാര്യമൊന്നുമല്ല.
വൈറ്റ് ഫോറസ്റ്റ് പലതും മുറിക്കുന്നു. എന്താ മക്കളെ ഇതിൻ്റെ ബർത്ത്ഡേ എന്നറിയാ? ഒരു സ്ത്രീ ഉണങ്ങാത്ത മുറിവുമായി തിരിഞ്ഞും മറിഞ്ഞും കിടന്ന ചില ദിനങ്ങളുടെ വാർഷികമാണ് നിന്റെ അമ്മ. ഒരു സ്ത്രീ 18 അസ്ഥികൾ ഒരുമിച്ചൊടിയുന്നതിൻ്റെ വേദന ഒരു വൈകുന്നേരത്തോ ഒരു പുലരിയിലോ അനുഭവിച്ച നിമിഷത്തിന്റെ വാർഷികമാണ് നിന്റെ ജന്മദിനം അല്ലേ? തിരിഞ്ഞും മറിഞ്ഞും കിടക്കാനാകാത്ത, ഉറങ്ങാത്ത ചില രാത്രികൾ ഒരു സ്ത്രീ അനുഭവിച്ചതിന്റെ വാർഷികമാണ് മക്കളെ നിന്റെ ബർത്ത്ഡേ. നെടുവീർപ്പിലും ദീർഘശ്വാസത്തിലും കുഞ്ഞിന്റെ മുഖം കണ്ട്, മരണത്തെ മുഖാമുഖം കണ്ടൊരു സ്ത്രീ തിരിച്ചു വന്നതിന്റെ വാർഷികമാണ് എൻ്റെ പൊന്നുമോളെ നിന്റെ ബർത്ത്ഡേ. പക്ഷെ ഇന്ന് നീ അത് ഓർക്കുന്നുണ്ടോ? കടപ്പാടുകളെ മറന്നിട്ട് മനുഷ്യൻ കൂട്ടിവയ്ക്കുന്ന കൂടാരങ്ങൾ, കൊട്ടാരങ്ങളൊക്കെ, പഴയ ബന്ധങ്ങൾ, പഴയ കടപ്പാടുകൾ മറന്നുപോവാണ്. മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ച് പറയാറുണ്ട്, പണ്ട് മനുഷ്യൻ ഇലയിലാണ് ഭക്ഷണം കഴിച്ചിരുന്നത് അല്ലെ? വാഴയിലയിൽ. പഴയകാലം മനുഷ്യന്റെ ബന്ധങ്ങൾ ഇതുപോലെയായിരുന്നു എന്നാണ്. ഹരിതാഭമായിരുന്നു, പച്ച പിടിച്ച ബന്ധങ്ങൾ അല്ലേ? വാഴയില പോലെ. പിന്നീട് മനുഷ്യൻ മൺപാത്രങ്ങളിൽ ഭക്ഷണം കഴിച്ചു തുടങ്ങി ഇല്ലേ? എപ്പോൾ വേണമെങ്കിലും ഉടഞ്ഞു പോകാം. ബന്ധങ്ങളും അങ്ങനെ തന്നെ. പിന്നീട് മനുഷ്യൻ ചെമ്പ് പാത്രങ്ങളിൽ കഴിച്ചു തുടങ്ങി. ചെമ്പ് പാത്രങ്ങൾ, അതിൻ്റെ പ്രത്യേകത വല്ലപ്പോഴും തേച്ചു തിളക്കിയിരുന്നു, തേച്ചു മിനുക്കിയിരുന്നു. ഒരു 3 മാസം കൂടുമ്പോൾ കഴുകുക കൂടാതെ തേച്ചു മിനുക്കും. ബന്ധങ്ങളും അങ്ങനെ തന്നെയായിരുന്നു, വല്ലപ്പോഴുമുള്ള കൂടിവരവുകൾ. ഇലയിൽ നിന്നും മൺപാത്രങ്ങളിൽ നിന്നും ചെമ്പ് പാത്രങ്ങളിൽ നിന്നും പിന്നെ മനുഷ്യൻ സ്റ്റീൽ പാത്രങ്ങളിലേക്ക് മാറി. സ്റ്റീൽ പാത്രങ്ങളുടെ പ്രത്യേകത 4 പാത്രം ഒരുമിച്ചെടുത്ത കലവിലയാണ്, കലഹം. ബന്ധങ്ങളിലും ഇതൊക്കെ ഉണ്ടായി, കലവിലയൊക്കെ ഉണ്ടായി. പക്ഷേ എന്നാലും ഇത് പിന്നീട് ഒരുമിച്ച് വെക്കുമ്പോൾ കുഴപ്പമില്ലായിരുന്നു. ബന്ധങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. കലവിലകൾക്ക് ശേഷം ഒരു സ്വസ്ഥതയൊക്കെ അനുഭവിച്ചു. പിന്നീട് മനുഷ്യൻ ഈ സ്റ്റീൽ പാത്രങ്ങളിൽ നിന്ന് ഡിസ്പോസിബിൾ പ്ലേറ്റിലേക്ക് വന്നു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഉപയോഗിക്കുക, എറിയുക. നമ്മളും അങ്ങനെ തന്നെയാണെന്ന്. ആരോടും കടപ്പാടില്ല. ഒരാൾ നമ്മളോടൊരു സഹായം ചോദിച്ചാൽ ഞാൻ ചിന്തിക്കുന്നത് ഈ അടുത്ത കാലത്ത് അയാളെ കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായെന്നുള്ളതാണ്. ഉണ്ടെങ്കിൽ മാത്രം. ബന്ധങ്ങൾ മനുഷ്യന്റെ ഭക്ഷണപാത്രം പോലെയല്ലേ? ഇന്നലകളെയൊക്കെ മറന്ന് ആരോടും ബന്ധമില്ലാതെ ജീവിക്കുന്ന ഒരു ജീവിയായി മനുഷ്യൻ മാറി. ഓർമ്മകളും ഓർമ്മപ്പെടുത്തലുകളും ഉണ്ടാകണം. അതായിരിക്കണം വീട്. Deeds that forget obligations are fruitless. കടപ്പാടുകളെ മറക്കുന്ന കർമ്മങ്ങൾ ഫലശൂന്യമാണ്. പുരാതന ഈജിപ്തുകാർക്കും റോമാക്കാർക്കും ഒരു ചിന്തയുണ്ടായിരുന്നു. ഈ മോതിരവിരലുണ്ടല്ലോ, വിവാഹമോതിരം ഇടുന്ന വിരൽ, അതിനെ അവർ വിളിക്കുന്നത് ഈ വെനെ ഇമടിയുണ്ട് മോതിരവിരലിൽ നിന്ന്. ഇപ്പൊ വിവാഹമോതിരം ഇട്ടാൽ പിന്നെ അത് ഊരില്ല മരണത്തോളം. ഇന്നിപ്പം നമ്മൾ മിന്നുമൊക്കെ മാറ്റി നടക്കുന്ന കാലമാണ്. വെനൈമോറസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ വിരൽ മോതിരം ഹൃദയത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും, മറുപാതിയെ മറന്ന് മറുകണ്ഠം ചാടരുതേ. കടപ്പാടുകളെ മറക്കല്ലേ, മറുപാതിയെ മറന്ന് മറുകണ്ഠം ചാടരുത്. ഇന്ന് കേരളത്തിൽ 68% ഡിവോഴ്സ് സ്മാർട്ട് ഫോണാണ് കാരണം. നമ്മുടെ വീട്ടിൽ ആരുടെയെങ്കിലും ഫോൺ ലോക്കല്ലാത്തതുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഓരോന്നിനും ഓരോ ലോക്കാണ്. വാട്സാപ്പിനൊരു ലോക്ക്, ഫേസ്ബുക്കിനൊരു ലോക്ക്, ഓരോന്നിനും ഓരോ ലോക്കാണ്. ഈ ലോക്കുകൾക്കിടയിൽ എത്രയെത്ര രഹസ്യങ്ങളുടെ ജീർണതകളാണ് പുഴുവരിച്ചു കിടക്കുന്നത്. ഈ ലോക്കിനുള്ളിൽ എത്രയെത്ര ജീവിതങ്ങളാണ് നശിച്ചു പോയത്. വെനൈമോറിസ് മറക്കല്ലേ. ഇന്ന് മനുഷ്യന്റെ പ്രയത്നങ്ങളൊക്കെ നിഷ്ഫലമാകുന്നത് പലപ്പോഴും നമ്മുടെ ഗുരുത്വക്കേടാണ്. പലതും മറന്നില്ല നമ്മൾ. തിരിഞ്ഞു നോക്കിക്കേ, നീന്തിയ കണ്ണീർ പുഴകൾ ഇല്ലേ?
കണ്ണീര് വീണ അത്താഴത്തിന്റെ വറ്റ് ഉണ്ടായിരുന്നു. ഈ നശിച്ച രാത്രി വെളുക്കാതിരുന്നെങ്കിലെന്ന് പറഞ്ഞ ചില രാത്രികൾ, പകച്ചു നിന്ന ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഇത്രയൊക്കെ ആയില്ലേ? ഇപ്പൊ നമ്മൾ പലതും ഓർക്കില്ല. തൊട്ടുപിറകിലെ മന്ന മറക്കല്ലേ. മിസ്രൈമിന്റെ പ്രശ്നം അതാണ്. എന്തുകൊണ്ട് ഈ വല ശൂന്യമായി? ഒന്നാമത്തെ ഉത്തരം, നമ്മുടെ വല ശൂന്യമായി കിടക്കുന്നതിന് കാരണം അതാണ്. നമ്മുടെ മിടുക്കുകൊണ്ട് ജീവിതം വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തെ മറന്നുപോ. ദിനം ദിനം ഞാൻ ദൈവമേ മറന്നുപോയി നിന്ദാനങ്ങൾ, സ്വാശ്രയത്തിൽ നിഗളിയായി സ്നേഹവാനേ ക്ഷമിക്കണേ. വിനയമുള്ളൊരു ഹൃദയമെന്നിൽ മെനഞ്ഞിടേണമേ ദൈവമേ. ദൈവമേ, ഓരോ ദിവസവും ഞാൻ മറന്നുപോയി നിന്റെ ദാനങ്ങൾ. പഴയ നിയമത്തിലെ യാക്കോബിനെ ഓർക്കുന്നില്ലേ? ഒരു ഗുരുത്വമില്ലാത്ത ആദ്യകാലമുണ്ട്. അപ്പന് പണി കൊടുത്ത്, ചേട്ടന് പണി കൊടുത്ത്, നമ്മുടെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ പാലും വെള്ളത്തിൽ പണി കൊടുത്തു. എന്നിട്ടോ 77-ാമത്തെ വയസ്സിൽ ഗുരുത്വമില്ലാത്ത യാക്കോബ് നാട് വിട്ടു പോകുന്നുണ്ട് അമ്മാച്ചന്റെ അടുത്തേക്ക്. പോകുമ്പോൾ ലാബാൻ അമ്മാച്ചനാണ്. ചെന്നിട്ട് 21 വർഷം കഴിഞ്ഞ് 98-ാമത്തെ വയസ്സ് തിരിച്ചു വരുമ്പോൾ അമ്മാച്ചൻ ലാബാൻ അമ്മായിയപ്പൻ കൂടെയാണ്. 2 പെൺപിള്ളേരെ കിട്ടി അവിടുന്ന്. കൂടാത്തതിന് വേറെ 2 കൂടെ എക്സ്ട്രായും കിട്ടി. റാഹേലും ലേയും സിൽപ്പയും ബിൽഹായും 10-13 പിള്ളേരും. 77 വയസ്സ് വരെ ഗുരുത്വമില്ലാതെ ജീവിച്ചൊരു യാക്കോബുണ്ട്. എന്നാൽ 98-ാമത്തെ വയസ്സിൽ മടങ്ങി വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 10-ാം വചനം ഇങ്ങനെയാണ് യാക്കോബ് പറയുന്നു: ഒരു വടിയോടുകൂടെ മാത്രമല്ലോ ഞാൻ യോർദാൻ കടന്നത്, ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. പോയ വഴി മറന്നില്ല. എൻ്റെ സ്നേഹിത, പോയ വഴി മറന്നില്ല. ഒരു വടിയോടുകൂടെ മാത്രമല്ലോ ഞാൻ യോർദാൻ കടന്നത് അങ്ങോട്ട് പോയപ്പോ, എന്നാൽ ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. തിരിഞ്ഞു നോക്കിക്കേ. ജീവിതത്തിന്റെ ഇന്നലകളിൽ പോയ വഴികളെ മറന്നുവോ? നമ്മളൊക്കെ ആരാ? നമ്മളൊക്കെ മുന്തിരിത്തോട്ടത്തിൽ നട്ട അത്തിമരല്ലേ? എന്താ ഈ മുന്തിരിത്തോട്ടത്തിൽ നട്ട അത്തിമരം? അവിടെ മുന്തിരിയാണ് മെയിൻ കൃഷി. അത്തിമരം അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നിൽക്കുക. മുന്തിരിക്ക് സുവിശേഷത്തിലെ ഒരു ഭാവമാണത്. പക്ഷെ അത്തിമരം അവിടെ ഉണ്ട്. മുന്തിരിത്തോട്ടത്തിൽ നട്ട അത്തിമരം. എങ്ങനെ വേണമെങ്കിലും വളരാമായിരുന്നു ആ അത്തിമരത്തിന്. പക്ഷെ അസാധാരണമായ ശ്രദ്ധയും കരുതലും കിട്ടി. നമ്മളും അങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിന്റെ നിലവാരമൊക്കെ അനുസരിച്ചാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും പാളിപ്പോകാമായിരുന്നില്ലേ? പക്ഷേ അസാധാരണമായ ശ്രദ്ധയും കരുതലും കിട്ടിയത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്, ഇങ്ങനെ ഇരിക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും പോകാമായിരുന്നു നാം. ഇത്രമാത്രം. രക്ഷയിലേക്കുള്ള ഇടനാഴിയുടെ പേരാണ് കൃതജ്ഞത. എനിക്കൊത്തിരി ഇഷ്ടം തോന്നുന്നു. ആരോ എവിടെയോ എഴുതി വെച്ചത് ഞാൻ ഓർമ്മയിൽ സൂക്ഷിക്കുന്നതാണ്. രക്ഷയിലേക്കുള്ള ഇടനാഴിയുടെ പേരാണ് കൃതജ്ഞത. ആരോടാണ് കൃതജ്ഞതയുള്ളത്? പരിശുദ്ധ കുർബാന എടുക്കുമ്പോൾ പോലും, ഒരപ്പത്തുണ്ട് എടുത്തപ്പോൾ പോലും തമ്പുരാന്റെ കണ്ണ് നനഞ്ഞിട്ട് എന്താ പറഞ്ഞത്? ഫോർ മൈ റിമംബറൻസ്. ഓർമ്മകൾ ഉണ്ടായിരിക്കണം മക്കളെ, ഓർമ്മകൾ ഉണ്ടായിരിക്കണം. പഴയ നിയമത്തിലെ ലോത്തിനെ അറിയാം. അബ്രഹാമിനോടൊപ്പം മഹത്വത്തിന്റെ പാതയിൽ ജീവിക്കേണ്ടയാളാണ്. പക്ഷേ പാതി വഴിയിൽ അബ്രഹാമിനെ മറന്നു കളഞ്ഞപ്പോ, കടപ്പാടുകളെ മറന്നു കളഞ്ഞപ്പോ, ലോത്ത് ചെന്നു പറ്റിയിടത്തൊന്നും ഗുണപ്പെട്ടില്ല. എന്തുകൊണ്ട്? കടപ്പാടുകളെ മറക്കുന്നു. പ്രിയപ്പെട്ട, ഒരു കൃതജ്ഞതയുടെ കാറ്റ് വീശുമ്പോൾ ഓർമ്മയുടെ കനലുകൾ ജ്വലിക്കും എന്നാണ് വേദപുസ്തകത്തിൽ 1600 തവണ ഉള്ള ഒരു പദമാണ് ഓർമ്മ. സുഗന്ധമുള്ളൊരു വാക്കാണത്.
മെമ്മറി ഈസ് എ സ്പിരിച്വൽ എക്സസൈസ് എന്ന് പറയും. ഓർമ്മയെന്ന് പറയുന്നത് ഒരു ആത്മീക വ്യായാമമാണ്. കൃതജ്ഞതയുടെ കാറ്റ് വീശുമ്പോൾ ഓർമ്മയുടെ കനൽ ജ്വലിക്കും. എന്നെ കേൾക്കുന്ന ആറ്റുവായിലെ പ്രിയപ്പെട്ടവരെ, നോക്ക്, ആ വല എന്തുകൊണ്ട് ശൂന്യമായി? മിടുക്കനായിരുന്നിട്ടും മുക്കുവന്മാരുടെ ഇടയിലെ പ്രൊഫഷണലായിരുന്നിട്ടും വൈ? എന്തുകൊണ്ട്? ഒന്നാമത്തെ ഉത്തരം, കടപ്പാടുകളെ മറന്നിട്ട് ജീവിതത്തിന്റെ ഗുരുത്വം മറന്നുള്ള വലയേറിയലൊന്നും എൻ്റെ സ്നേഹിത ഗുണപ്പെടുകയില്ല എന്നാണ് തിരുവചനം എന്നെയും താങ്കളെയും ഓർമ്മിപ്പിക്കുന്നത്. മറക്കല്ലേ, ഒരു വിരലുകൊണ്ടെങ്കിലും താങ്ങിയവരുണ്ടല്ലോ. നമ്മൾ ഓർമ്മയുണ്ടാകണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമെന്നാ. പരിശുദ്ധാത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഓർമ്മ തരും, ബോധ്യം വരുത്തും. ദൈവത്തിൻ്റെ ആത്മാവാണ് ഓർമ്മകൾ നൽകുന്നത്, ബോധ്യം നൽകുന്നത്. ആരോടും കടപ്പാടില്ലാതെ ജീവിക്കരുതേ. 2, എന്തുകൊണ്ട്? എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് വലകൾ ശൂന്യമായി? 1, കടപ്പാടുകളെ മറക്കുന്ന കർമ്മങ്ങൾ ഫലശൂന്യം. 2, ക്രമീകൃതമായതിൽ നിന്നും പ്രാകൃതമായതിലേക്ക് മടങ്ങുമ്പോൾ ഫലം ശൂന്യം. ഒന്ന് കേൾക്കുമോ? ക്രമീകൃതമായതിൽ നിന്നും പ്രാകൃതമായതിലേക്ക് മടങ്ങുമ്പോൾ ഫലം ശൂന്യം. റിട്ടേൺ ഫ്രം ഓർഡർ ടു പ്രിമിറ്റീവ് ഈസ് ഫ്രൂട്ട്ലെസ്. എന്താ ക്രമീകൃതമായത്? ഒരു 3.5 വർഷം മുമ്പ് വരെ പത്രോസ് ഒരു പ്രാകൃത സ്വഭാവമായിരുന്നു. നമ്മുടെ ജീവിതം പോലെ ഇങ്ങനെ ഒഴുകി പരക്കുന്ന ഓട്ടപ്പാച്ചിലുകൾ, ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേക്കുക, ഇഷ്ടമുള്ളപ്പം കടലിൽ പോവുക, ഒരു ഓട്ടപ്പാച്ചിലുകൾ. കാനാവിലെ കല്യാണ വീട്ടിലെ ഉറവയുടെ അടിത്തട്ടിലെ വെള്ളം പോലെ. എന്നാൽ ആ വെള്ളത്തെ കോരിയെടുത്ത് കൽഭരണിയിൽ ഷേപ്പ് ചെയ്തപ്പോ അത് ക്രമീകൃതമായി. ആ ഉറവയുടെ അടിയിൽ പ്രാകൃതമായ അലച്ചിലുകൾ. എങ്ങനെ വേണമെങ്കിലും പോകാവുന്ന ഒരു ബാച്ചിലർ സ്റ്റൈൽ ഓഫ് ലൈഫ്, അതിനെയാണ് കോരിയെടുത്തൊഴിച്ചു വെച്ചത്. വെള്ളം വീഞ്ഞായില്ലേ? അപ്പൊ പ്രാകൃതമായതിനെ ക്രമീകൃതമാക്കി കാനാവിൽ. അതുപോലെയായിരുന്നു ശീമോൻ. ഒഴുകി പരന്നു കിടന്നിരുന്ന ഒരു അലയുന്ന മുക്കുവന്റെ ജീവിതത്തെ കോരിയെടുത്ത് കർത്താവ് തൻ്റെ ആത്മീകതയുടെ മൂശയിൽ ഷെയ്പ്പ് ചെയ്ത് അപ്പോസ്തലനാക്കി. എന്നാൽ ഇന്ന് രാത്രി പത്രോസ് പറയണു, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ഒറ്റ അർത്ഥമേ ഉള്ളൂ, ഞാൻ എൻ്റെ പഴയ പണിക്ക് പോകുന്നു. നമ്മളൊക്കെ പഴയ പണിക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുന്നവരാണ്. ഞാൻ എൻ്റെ പഴയ പണിക്ക് പോകുന്നു. കൂടെ ഉള്ളവരും പറഞ്ഞു, ഞങ്ങൾ വന്നേക്കാം, എന്തിനാ ഇവിടെ ഇങ്ങനെ ബോറടിക്കണത്? സഹോദരങ്ങളെ, ശീമോന്റെ ഓർമ്മകളിൽ നിന്ന് ഈ കടൽ തീരം മാഞ്ഞു പോകരുതായിരുന്നു. ഈ തീരത്ത് നിന്നാണ് ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കാം എന്ന് പറഞ്ഞു വിളിച്ചത്. എന്നാൽ പിന്നെയും അവിടേക്ക് തന്നെ പോയില്ലേ? പഴയ പണിക്ക് പോയില്ലേ? നമ്മളൊക്കെ എത്രയോ തവണ തീരുമാനങ്ങളിൽ നിന്ന് തെന്നിപ്പോകുന്നവരാണ്. നമ്മളൊക്കെ ഒരു സ്ലിപ്പിംഗ് ക്യാരക്ടറാണ്. ഈ നിൽക്കുന്ന മുഖമായിരിക്കില്ല എനിക്ക് വേറൊരു സമയത്ത്. നമുക്കൊക്കെ എങ്ങനെയാണ്, ഒരു ഡിവൽ പേഴ്സണാലിറ്റി ഉണ്ട്. ഈ ശീമോൻ പ്രാകൃതമായതിലേക്ക് പോകുമ്പോഴൊക്കെ കർത്താവ് ശീമോനെ വിളിക്കുന്നത്, സൈമൺ, ശീമോനെ ഉറങ്ങാണോ? ശീമോനെ, നീ എന്തിനു സംശയിച്ചു? വെള്ളത്തിൽ താണു പോകുമ്പോഴേ. എന്നാൽ ക്രമീകൃതമായതിലേക്ക് വരുമ്പോഴൊക്കെ കർത്താവ് വിളിക്കുന്നത്, പത്രോസേ, നീ പറയാ. ഈ പ്രാകൃതമായതിൻ്റെ പേരാണ് ശീമോൻ, ക്രമീകൃതമായതിൻ്റെ പേരാണ് പത്രോസ്. എന്നാൽ ഇന്ന് രാത്രി പത്രോസ് പോയത് പ്രാകൃതമായതിലേക്ക്, പഴയ പണിക്ക് പോയി. നമ്മളോട് ഒരിക്കലും പിശാച് പ്രാർത്ഥിക്കണ്ടെന്ന് പറയത്തില്ല. കുടുംബ പ്രാർത്ഥനയൊക്കെ പിന്നെ ആകട്ടെ എന്നേ പറയുള്ളൂ, അല്ലേ? നമ്മളിങ്ങനെ മാറ്റിവെക്കും. തിരൂടെ കഴിയട്ടെ, തിരൂടെ കഴിയട്ടെ എന്നൊക്കെ മാറ്റിവെച്ചാണ് പലതും ഇങ്ങനെ പോയത്. എബ്രായ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം മറക്കരുത്. അതുകൊണ്ട്
നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന്. എപ്പോഴും അത് നമ്മൾ തെറ്റുന്നവരല്ല, വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ടത് ആവശ്യമാണ്. നമ്മളൊന്നും എപ്പോഴും പോകുന്നവരല്ല, ആറ്റുവാക്കാരൊട്ടും പോകുന്നവരല്ല. പക്ഷെ വല്ലപ്പോഴുമെങ്കിലും നാം നമ്മുടെ പഴയ പണിക്ക് പോകുന്നുണ്ട്. റിട്ടേൺ ഫ്രം ഓർഡർ ടു പ്രിമിറ്റീവ് അല്ലെങ്കിൽ ഓർഡർ ടു ഓർഡർലെസ് ഈസ് ഫ്രൂട്ട്ലെസ്. ഞാൻ പഴയ നിയമത്തിൽ ഒരാളെ കുറിച്ച് പറഞ്ഞോട്ടെ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ ഒരു കഠിനാധ്വാനിയായ മനുഷ്യനെ കാണാം, എലീശ. ഏലിയാവിൻ്റെ പിറകെ ഓടുക പുതിയൊരു നിയോഗത്തിലേക്ക്, പ്രാകൃതമായതിനെ വിട്ട് ഓടുക ക്രമീകൃതമായതിലേക്ക്. എലീശയുടെ പണി എന്തെന്നറിയാം? നല്ല 1-ാം തരം കാളക്കാരനായിരുന്നു. 1-ഉം 2ഉം അല്ല, 12 ജോഡി കാളയെ ഒരേ സമയം വെച്ച് പൂട്ടുമായിരുന്നു എന്നാണ് പറയുന്നത്. കേരളത്തിൽ നമുക്കത് പരിചയമില്ല. 12ാമത്തെ കാളയുടെ ജോഡിയുടെ കൂടെ പുള്ളിയുടെ കയറി നിൽക്കുമായിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ 1-ാം തരം പൂട്ടുകാരൻ, കാളക്കാരൻ ആര്? എലീശ. പക്ഷേ ഈ 12 ജോഡി കാളയും 24 കാളന്മാരെയും വിട്ടിട്ട്, ആ പറമ്പും വിട്ടിട്ട് ഏലിയാവിൻ്റെ പിറകെ ദൈവ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയപ്പോൾ എന്നാ ചെയ്തെന്നറിയാം? ഈ കാളകളെ അറുത്ത് യാഗം കഴിച്ചു എന്ന് മാത്രമല്ല, ആ കാളയുടെ മരക്കോപ്പ് കൊണ്ട് കലപ്പ വെട്ടിക്കീറിയാണ് യാഗം കഴിച്ചത്. എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? വേറെ വിറക് കിട്ടാഞ്ഞിട്ടല്ല, വേറെ ഇന്ധനം കിട്ടാഞ്ഞിട്ടല്ല. എലീശയ്ക്കറിയാം ഈ കലപ്പ ഇനി ഇവിടെ ഇരുന്നൂടാ. കാരണം ഈ കലപ്പ ഇനി ഞാൻ നാളെ കണ്ടാൽ എനിക്ക് പിന്നെയും ഈ കലപ്പ എടുക്കാൻ തോന്നും. അതുകൊണ്ട് കാളയെ അറുത്ത് യാഗം കഴിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ കലപ്പ വെട്ടിക്കീറി അഗ്നിയാക്കി, യാഗത്തിൻ്റെ അഗ്നിയാക്കി. ആ കലപ്പ ഇനി മേൽ വേണ്ട. സാഹചര്യം ശരിയാവില്ല. പത്രോസിന്റെ വല അവിടെ ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് അത് പുള്ളി എടുത്തോണ്ട് ഇറങ്ങിയത്. ആ വല ഇല്ലായിരുന്നെങ്കിൽ. യേശുതമ്പുരാൻ ഒരിക്കൽ പത്രോസിനെ കരം കൊടുക്കാനുള്ള കാശ് പിരിക്കാൻ വിട്ടത് എങ്ങനെയാ? ചൂണ്ടയിടാനാ പറഞ്ഞു, വലയിറക്കാനല്ല. എന്തുകൊണ്ട്? വലയിറക്കലായിരുന്നു എളുപ്പം. പക്ഷെ വലയിറക്കിയ പഴയ പണിയായി പോകും. ചൂണ്ടയിടാനാ വിട്ടത്. ഒരിക്കലും ആ പഴയ പണിയിലേക്ക് പത്രോസിനെ തിരിച്ചു വിടാൻ യേശു തമ്പുരാൻ ആഗ്രഹിച്ചിരുന്നില്ല. സഹോദരങ്ങളെ, അവോയ്ഡ് ദ സിറ്റുവേഷൻസ്. ഇന്നലകളെ ഒഴിവാക്കുമോ? ചില പ്രാകൃത സ്വഭാവം. ഒരു ചെറിയ കൗതുകത്തിന് ഒരു മിസ് കോള് വന്നു, ഹലോ പറഞ്ഞു, വെച്ചു. അടുത്ത ദിവസവും മിസ് കോള്, ഒരു ഹലോ, പിന്നെ അങ്ങോട്ട്, ഇങ്ങനെയൊക്കെ പോന്നു. പിന്നെ ഒരു ബന്ധമായി വളരുക. എൻ്റെ പൊന്നുമോളെ, അവോയ്ഡ് ദ സിറ്റുവേഷൻസ്. മോളെ സിമ്മങ്ങ് ഒടിച്ചു കളഞ്ഞിട്ട്, ഇപ്പം അരിക്കും പഞ്ചസാരയൊക്കെ ഉള്ളൂ വില കൂടുന്നുള്ളത്, സിമ്മൊക്കെ ചുമ്മാ കിട്ടും. ജീവിതത്തിൽ ഇങ്ങനെയാണ്. ആറ്റുവാപ്പള്ളിയിലെ പെരുന്നാളാണ്, മദ്യപിക്കില്ല. ഇവിടെ മദ്യപാനികളില്ല, ഞാൻ വേറെ അന്റാർട്ടിക്കയിലെ കാര്യമാണ് പറയുന്നത്. മദ്യപിക്കുന്ന ഒരു മനുഷ്യൻ, എന്നാൽ പിന്നെ പെരുന്നാളല്ലേ ഇനി കുടിക്കില്ല എന്ന് പറഞ്ഞ് ഭാര്യയുടെ തലയെ തൊട്ട് സത്യം ചെയ്തു, നീയാണ് നിൻ്റെ അപ്പനാണ് ഇനി കുടിക്കില്ലെന്നൊക്കെ പറഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞു. പുള്ളി ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ പഴയ 1-2 കൂട്ടുകാർ കിട്ടി, വർത്താനമൊക്കെ പറഞ്ഞു. ഒന്ന് കൂടാ, ഒന്ന് കൂടിയിട്ട് ഇപ്പം വേണ്ട, കഴിക്കില്ല. നിർത്തിയാ? നിർത്തി. കഴിക്കണ്ട, നീ ഒന്ന് ഇരുന്നാ മതി. ഇല്ല, പോവാ. BP ഉണ്ടോ? BP എന്ന് പറഞ്ഞാൽ ഭാര്യയെ പേടി. ഇല്ല, ഇരിക്കുന്നില്ല. കഴിക്കേണ്ടെന്നേ, ഇരുന്നു. അന്നങ്ങനെ പോയി. സന്ധ്യയായി, ഉഷസ്സുമായി. 2-ാം ദിവസം അന്നും ഇങ്ങനെ ഇരുന്നു, കഴിച്ചില്ല. ഒരു ചെറിയ ബഗ്, ഗന്ധമില്ല, ശീലമില്ല, ശീലക്കേടുകളിലേക്ക് പോകുമില്ല. അന്നതിൽ നിർന്നു. പുള്ളി വീണില്ല. സന്ധ്യയായി, ഉഷസ്സുമായി. 3-ാം ദിവസം പിന്നെയും ഒന്നിൽ നിന്നു.
പിന്നെയും 2 ആഴ്ച കൊണ്ട് പുള്ളി പഴയതിലും നല്ല കുടിയനായി. എന്തുകൊണ്ട്? ആ കലപ്പ വെട്ടിക്കീറിയില്ല. അവോയ്ഡ് ദ സിറ്റുവേഷൻസ്. ചില സാഹചര്യങ്ങളെ കീറിക്കളയാൻ തയ്യാറായില്ല. ആ വല ആ മുറിയുടെ മൂലക്കിരുന്നത് കൊണ്ടാണ് ശീമോൻ എടുത്തത്. ചില വല നമ്മൾ അവിടെ തന്നെ വെച്ചേക്കുക. ശമരിയക്കാരി വെള്ളം കോരാൻ വന്നപ്പോ തമ്പുരാനെ കണ്ടു കഴിഞ്ഞപ്പം കുടം അവിടെ വെച്ചിട്ട് പോയിന്നാണ്. അവരുടെ പ്രാകൃത സ്വഭാവത്തിന്റെ കുടം. നമ്മുടെ കുടം ഇപ്പോഴും ഒക്കത്ത് തന്നെയാണ്. പെരുന്നാൾ കഴിഞ്ഞാലും ഒക്കത്ത്, പെരുന്നാളിന് മുമ്പും ഒക്കത്ത്. കുടം അവിടെ വെച്ചു, കലപ്പ കീറിക്കളഞ്ഞു. പ്രാകൃതമായതിലേക്ക് മടങ്ങുമ്പോഴൊക്കെ ഫലശൂന്യാണ്. ലോകം കീഴടക്കിയ ജൂലിയസ് സീസർ പണ്ട് ഇംഗ്ലണ്ട് ആക്രമിക്കാൻ പോയി. 14 കപ്പലുകൾ നിറയെ സൈന്യം ഇംഗ്ലണ്ടിന്റെ തീരത്ത് യുദ്ധക്കൊതിയോടെ ജൂലിയസ് സീസറിന്റെ സൈന്യം തീരമണഞ്ഞു. അവിടെ ചെന്നിറങ്ങിയപ്പോഴാണ് തൻ്റെ സൈന്യത്തിൻ്റെ 3 ഇരട്ടിയാണ് ഇംഗ്ലണ്ടിലെ സൈന്യം. ജൂലിയസ് സീസറുടെ റോമൻ സൈന്യം ഭയപ്പെട്ടുപോയി. എങ്ങനെ പിടിച്ചു നിൽക്കും? മുട്ടടിക്കാൻ തുടങ്ങി. ജൂലിയസ് സീസറിനും ആദ്യം ഒരു പേടി തോന്നി. പക്ഷെ അന്ന് രാത്രി, യുദ്ധം തുടങ്ങിയ രാത്രികളിലൊന്നിൽ, ആ തീരത്ത് നങ്കൂരമിട്ടിരുന്ന ആ 14 കപ്പലുകളും ആളിക്കത്തുന്നൊരു കാഴ്ചയുണ്ട്. രാത്രിയിൽ പടയാളികൾ വിരണ്ടുപോയി. സ്വന്തം കപ്പലുകൾ പോലും അഗ്നിയെടുത്തിരിക്കുന്നു. ആരാണിത് ചെയ്തത്? ഇംഗ്ലണ്ടിലെ ശത്രു സൈന്യമാണോ? റോമിന്റെ ജൂലിയസ് സീസർ പറഞ്ഞു, ശത്രുക്കളല്ല, അത് ഞാൻ തന്നെയാണ് തീ വെച്ച് കളഞ്ഞത്. ഞാൻ തന്നെയാണ് തീ വെച്ച് കളഞ്ഞത്. ഒന്നുകിൽ ഇവിടെ കടന്നു മരിക്കാം, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് അവരുടെ കപ്പലുകളിൽ നമുക്ക് മടങ്ങാം. എന്തു വേണം? പുറകോട്ടോടാതിരിക്കാൻ ചെയ്ത പണിയാണ്. അങ്ങനെ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് റോം പോയി എന്നാണ് ചരിത്രം. പണ്ട് ചേര രാജാക്കന്മാർ നമ്മുടെ നാട് ഭരിച്ചിരുന്ന കാലത്ത്, പഴശ്ശിരാജയുടെ ഒക്കെ കാലത്ത് ഉപയോഗിച്ചിരുന്നൊരു വാക്കുണ്ട്. ആത്മാഭിമാനത്തിന്റെ വാക്കാണ്. യുദ്ധത്തിൽ ഉപയോഗിച്ച വാക്കാണ്. പുറപ്പൂൺ എന്നാണ്. ഇന്ന് ആ പദമില്ല മലയാളത്തിൽ. പുറപ്പൂണെന്ന് പറഞ്ഞാൽ പുറത്തെ പുണ്ണാണ്. പുറത്തെ പുറംതിരിഞ്ഞോടുമ്പോൾ, യുദ്ധത്തിന്റെ മുന്നണിയിൽ നിന്ന് ശത്രുവിനെ പേടിച്ച് പുറംതിരിഞ്ഞോടുമ്പോൾ പുറത്താണ് മുറിവേൽക്കുക. ആ മുറിവ് ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഒരു ധീര സൈനികൻ ഒരിക്കലും പുറത്ത് മുറിവേറ്റുകൂടാ. അത് പുറപ്പൂണാണ്. അങ്ങനെയുള്ളവൻ രാജ്യത്തിന് കൊള്ളില്ല. സഹോദരങ്ങളെ, പുറപ്പൂൺ. തിരിഞ്ഞോടാതിരിക്കുമോ? തിരിഞ്ഞോടാതിരിക്കുമോ? പ്രാകൃതമായതിലേക്ക് മടങ്ങുമോ? പത്രോസിന് പറ്റിയത് അതാണ്. എന്തുകൊണ്ട്? 1, കടപ്പാടുകളെ മറന്നു. 2, പ്രാകൃതമായതിലേക്ക് തിരിഞ്ഞോടി. യൂദാസ്കറിയോത്ത ഇതുപോലെ ഒരു രാത്രിയിൽ, പെസഹായുടെ രാത്രിയിൽ, ആ വെള്ളി വെളിച്ചത്തിലെ ആദ്യ കുർബാനയുടെ അരങ്ങിലിരിക്കുമ്പോൾ യേശുക്രിസ്തു അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി കുർബാന കൊടുത്തപ്പോഴേ, ആ കുർബാനയും മേടിച്ച് കഴിച്ചിട്ട് യൂദാസ് ഇറങ്ങിപ്പോയപ്പോൾ ഒരു വാക്യമുണ്ട്. അതിങ്ങനെയാണ്: അയാൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പുറത്ത് ഇരുട്ടായിരുന്നു. ഒത്തിരി വെളിച്ചത്തിൽ ജീവിച്ചതാ. അയാൾ ഇറങ്ങിയപ്പോൾ ശരിക്കും ഇരുട്ടല്ല. കാരണം പെസഹ എന്ന് പറയുന്നത് നീസാൻ 14 പൂർണ്ണചന്ദ്രനുള്ള ദിവസം. നല്ല നിലാവാണ്. എന്നിട്ടും എഴുതിയിരിക്കുന്നു പുറത്ത് ഇരുട്ടായിരുന്നു. എത്ര നിലാവുണ്ടായിട്ടെന്താ? പ്രാകൃതമായതിലേക്ക് മടങ്ങുമ്പോൾ. അതുകൊണ്ടാണ് കഷ്ടാനുഭവാഴ്ച രാത്രിയിൽ അന്ന് യൂദായുടെ ഈ ഇറക്കിപ്പോക്കിനെ കുറിച്ച് ഒരു പാട്ടുണ്ട്. ദുർഭകനോടി പോയി കൂരിരുളിൽ ചേർന്നു, പ്രഭയെ ദ്വേഷിച്ചോൻ ഇരുൾ സ്നേഹിച്ചു. ഈ ദുർഭകൻ ഓടിപ്പോയത് എങ്ങോട്ടാ? കൂരിരുളിൽ ചേർന്നു, പ്രഭയെ ദ്വേഷിച്ചോൻ ഇരുൾ സ്നേഹിച്ചു. ഇരുട്ടിലേക്ക്. സഹോദരങ്ങളെ, പ്രാകൃതമായതിലേക്ക് മടങ്ങുമോ? ഈ അസീസിയിലെ ഫ്രാൻസിസ് എന്ന് കേട്ടിട്ടില്ലേ? പഴയ കസൻത് സാക്കീറ്റ്സിന്റെ സെന്റ് ഫ്രാൻസിസ് എന്ന് പറയുന്നൊരു നോവലുണ്ട്.
ഈ ഫ്രാൻസിസ് എന്ന് പറയുന്ന വിശുദ്ധനായ ഫ്രാൻസിസ് ഒരിക്കൽ ഒരു പാടവരമ്പത്തുകൂടെ നടന്നു പോകുന്നു. ആ നോവലിലെ ഒരു രംഗാണ്. അപരിചിതമായ ഒരു പാടവരമ്പത്തുകൂടെ ഒരു ഉച്ചയ്ക്ക് നടന്നു പോകുന്നു. വിജനമാണ് ആ പാടം, ആ വരമ്പുകൾ. ഒരു വൃദ്ധനായ കർഷകൻ വയലിൽ നിന്ന് കയറി വരുന്നു. അയാളെ ഫ്രാൻസിസ് ഓഫ് അസീസിക്ക് പരിചയമില്ല. ആ വൃദ്ധനെതിരെ വരുന്നുണ്ട്. അടുത്തു വന്നപ്പോ ഈ വൃദ്ധൻ ഈ വിശുദ്ധന്റെ മുഖത്ത്, അസീസിയിലെ ഫ്രാൻസിസിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു വാചകം പറഞ്ഞു. ഒരു പരിധിയില്ലാത്ത ആള്, വിശുദ്ധനാണെന്നൊക്കെ കേൾക്കുന്നു, അതിനൊത്ത രീതിയിൽ ജീവിച്ചേക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അയാൾ തിരിഞ്ഞ് അങ്ങ് നടന്നുപോയി. ഈ ഫ്രാൻസിസ് ഓഫ് അസീസ് ഞെട്ടിപ്പോയി. ആരാണിയാൾ? പക്ഷെ അയാൾക്ക് അദ്ദേഹത്തിന് മനസ്സിലായി, ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ നിയോഗങ്ങളെ ഓർമ്മിപ്പിച്ച ഈ വൃദ്ധൻ ആരായിരിക്കും? ഇതൊരു ദൈവദൂതനെ പോലെ. മഹാഭാരതം ഉദ്യോഗപർവത്തിൽ എഴുത്തച്ഛൻ പാടുന്നുണ്ട്, നമ്മുടെ സ്വഭാവം അന്നന്ന് തുടങ്ങിയും അന്നന്ന് മുടങ്ങിയും പിന്നെയും അതിനാരംഭിച്ചു മൂഢൻ. നമ്മുടെ സ്വഭാവമാണ്. നമ്മളിങ്ങനെ പഴയതിലേക്ക് പിന്നെയും പിന്നെയും മടങ്ങുന്നവരാണ്, പ്രാകൃതമായതിലേക്ക്. അന്നന്ന് തുടങ്ങിയും അന്നന്ന് മുടങ്ങിയും നമ്മൾ തീരുമാനമെടുക്കും, അന്ന് തന്നെ പാളും. അന്നന്ന് തുടങ്ങിയും അന്നന്ന് മുടങ്ങിയും പിന്നെയും അതിനാരംഭിച്ചു മൂഢൻ. സഹോദരങ്ങളെ, പഴയ നിയമത്തിൽ ഒത്തിരി പേര് നന്നായി തുടങ്ങിയവരാ. ശൗലും ദാവീദും ശലോമോനും ഒക്കെ മോശമായിട്ട് അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നഗരം വിടുവോളം വിശ്വസ്തനായിരിക്കുക, ഇടയ്ക്കും തിരിഞ്ഞു പോരുത്. നഗരം വിടുവോളം. 2 ചോദ്യങ്ങളാണ്. ഒരു ചോദ്യത്തിന് 2 ഉത്തരമാണ് ഇതുവരെ നാം ധ്യാനിച്ചത്. എന്തുകൊണ്ട് ദൈവമേ വലശൂന്യം? ഒന്നാമത്തെ ഉത്തരം, കടപ്പാടുകളെ മറക്കുന്ന കർമ്മം. നമ്മുടെ ജീവിതത്തെക്കുറിച്ചല്ലേ? കടപ്പാടുകളെ മറക്കുന്ന കർമ്മം ശൂന്യ ഫലം. 2, ക്രമീകൃതമായതിൽ നിന്ന് പ്രാകൃതമായതിലേക്ക് ഇടയ്ക്ക് പോകുമോ? അവസാനത്തോളം നഗരം വിടുവോളം. ഈ നഗരം വിടാനുള്ളതാണ്, പന്തളം നഗരമല്ല, ഈ ലോക നഗരം. അവസാനം വരെ കർത്താവേ വിശ്വാസം. ഒന്ന് പാടിക്കേ. അവസാനത്തോളം നീ നിർത്തേണമേ. എന്തായാലും വന്നതല്ലേ, വൈകിട്ട് മെനക്കെട്ട് വന്നതല്ലേ, 2 വരി ഒന്ന് പാടി മുന്നോട്ട് പോകാം. കർത്താവേ വിശ്വാസ പോരിൽ തോൽക്കാതന്നെ. ഉള്ള സങ്കടം കൂടെ വണ്ടി പിടിച്ചു വരും. എല്ലാ പാട്ടിനും നമുക്ക് ഒരേ ഫീല് പോരാ. കർത്താവേ വിശ്വാസ പോരിൽ തോൽക്കാതന്നെ. അവസാനത്തോളം സന്തോഷത്തോടെ പാടേണ്ട പാട്ട് എങ്ങനെ പാടണം? സന്തോഷത്തോടെ പാടണം. സങ്കടത്തോടെ പാടേണ്ട പാട്ട് സങ്കടത്തോടെ പാടണം. നമ്മളെല്ലാം ഒരേ അനുഭവമാണ്. അതുകൊണ്ട് എപ്പോഴും ഈ ശോകമാണ് അടിസ്ഥാന ഭാവം. എന്തുകൊണ്ട്? 2 ഉത്തരം. രണ്ടാമത്തത്, എന്നിട്ടും. ഒരു ചോദ്യം കൂടെ ഉണ്ട്, 2 ഉത്തരം കൂടെ കിട്ടണം. എന്തുകൊണ്ട് വലശൂന്യമായി? ആ രാത്രിയിൽ അവർ ഒന്നും പിടിച്ചില്ല. എന്തുകൊണ്ട്? 2, എന്നിട്ടും എന്തിനീ പടകിൽ തുടരണം? സാധാരണ 2-3 മണിക്കൂർ വല വീശിയിട്ട് നെത്തോലി പോലും കിട്ടിയില്ലെങ്കിൽ തിരിച്ചു കയറിപ്പോയി കിടന്ന് ഉറങ്ങേണ്ടതാണ്. പക്ഷേ അവരാ രാത്രി മുഴുവൻ അതിൽ തുടർന്നു. എന്തിന്? എന്നിട്ടും എന്തിന് ജീവിത പടകിൽ തുടരണം? ഇന്ന് അനേക ജീവിതങ്ങൾ വലശൂന്യമാകുമ്പോൾ ഇടയ്ക്ക് വെച്ച് ജീവിതം അവസാനിപ്പിക്കും, ഇടയ്ക്ക് വെച്ച് മരണത്തെ പുൽകും, ആത്മഹത്യയെ ഭ്രാന്തമായി പ്രണയിക്കും. പക്ഷേ ഇവർ ആ പടകിൽ പിന്നെയും തുടർന്നു. എന്തിന് ജീവിത പടകിൽ തുടരണം? എന്നിട്ടും. നമ്മളും ചോദിക്കുന്നതാണ്, ദൈവമേ എന്നിട്ടും. അതിനുമുണ്ട് 2 ഉത്തരം. രാത്രി മുഴുവൻ ശൂന്യത അനുഭവിച്ചിട്ടും എന്നിട്ടും എന്തിന് ഇങ്ങനെ ജീവിക്കണം? അല്ലേ? നമ്മളും ചോദിക്കുന്നില്ല, എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം? ഏലിയാവ് ചോദിച്ചില്ലേ, എടുത്തോ, മരിച്ചാ മതി. യോന ചോദിച്ചില്ലേ, എടുത്തോ, മരിച്ചാ മതി. നമ്മളും എപ്പോഴൊക്കെയോ ചോദിച്ചിട്ടുണ്ട്, എന്തിനിങ്ങനെ? എന്നിട്ടും
ഈ വാക്യം തരുന്ന മറ്റൊരു ചോദ്യമാണ്, എന്നിട്ടും എന്തിനീ പടകിൽ തുടരണം? എന്തുകൊണ്ട്? എന്നിട്ട് അതിന് രണ്ടുത്തരമുണ്ട്. ഒന്ന്, ഇരുളാർന്ന രാത്രിക്കപ്പുറം പുലരിയുടെ ശോഭയുണ്ട്. ബിയോണ്ട് ദ ഡാർക്ക് നൈറ്റ് there is the glow of dawn. ഇരുളാർന്ന രാത്രിക്കപ്പുറം, ബിയോണ്ട് ദ ഡാർക്ക് നൈറ്റ്, ഈ അർദ്ധരാവിനു മീതെ ഒരു പുലരിയുടെ ശോഭയുണ്ട്. ദ ഗ്ലോ ഓഫ് ഡോൺ. ആ വാക്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ, ബൈബിള് തുറന്നു വച്ചിരിക്കുകയാണെങ്കിൽ. നോക്കൂ, പുലർച്ചെ ആയപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. കണ്ടില്ലേ? പുലർച്ചെയായപ്പോൾ, ഒരു രാത്രി മുഴുവൻ ശൂന്യത അനുഭവിച്ച ഒരു കൂട്ടരുടെ ജീവിതത്തിന്റെ നേരെ പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. അതാണ് അതിൻ്റെ ഉത്തരം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിത, ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത ചില രാത്രികളിലൂടെ പോകുന്നുണ്ടാവും. നമ്മൾ ചോദിക്കുന്നത്, എത്ര നാളിങ്ങനെ? ചില തടസ്സങ്ങളിലൊക്കെ പെട്ടിട്ട് 6-8 വർഷമായവരൊക്കെ കാണും. ചില കാര്യങ്ങൾ നടക്കാതെ കുറേ കാലം കഴിഞ്ഞവർ ആരെങ്കിലുമൊക്കെ എന്നെ കേൾക്കുന്നുണ്ടാവും. ഒത്തിരി തടസ്സങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. നമ്മളും പറയുന്നുണ്ടല്ലേ? എന്നിട്ടും ഉത്തരം ഇതാണ്, ഈ രാത്രിക്ക് മീതെ പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. ഈ രാത്രിയുടെ നിരാശയുടെ ശീതക്കാറ്റിനു മീതെ കരയിൽ കാത്തു നിൽക്കുന്നൊരു നാഥനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒഴിവാകാനാകാത്ത പാനപാത്രങ്ങൾ, ശൂലങ്ങൾ. പൗലോസ്ലീഹ പ്രാർത്ഥിക്കുന്നുണ്ട്, ഈ ജഡത്തിലെ ശൂലം നീക്കുമോ? തമ്പുരാൻ പറഞ്ഞു, മോനെ, ശൂലം നീക്കത്തില്ല, കൃപ കൂട്ടിത്തരാം. എൻ്റെ കൃപ നിനക്ക് മതി. ശൂലം നീക്കത്തില്ല, കൃപ കൂട്ടിത്തരാം. ചില പാനപാത്രങ്ങൾ, ചില മരുഭൂമികൾ മാറ്റില്ല. ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുമോ? ദൈവമേ, എൻ്റെ രാത്രിക്ക് ഉത്തരമില്ലാതിരിക്കുക, പക്ഷേ പുലർച്ചെയായപ്പോൾ എൻ്റെ പൊന്നുതമ്പുരാന് കരയിൽ നിന്നില്ലേ? അതുപോലെ എൻ്റെ രാത്രിക്ക് ശേഷവും തമ്പുരാനൊന്ന് നിൽക്കുമോ? ഒന്ന് നിൽക്കുമോ? കർത്താവ് പെസഹരാത്രിയിൽ ഇരുന്ന് രക്തം വിയർപ്പായി പ്രാർത്ഥിച്ചില്ലേ? വിയർപ്പ് രക്തത്തുള്ളികളായി. അതൊക്കെ ജീവിതത്തിൽ നമുക്കും വരും. പക്ഷേ അവിടെ ദൂതന്മാർ ഇറങ്ങി വന്നവനെ ശുശ്രൂഷിച്ചു. പ്രാണവേദന ഉറപ്പാ, വിയർപ്പ് രക്തമാകും ചിലപ്പോഴുറപ്പാ. പക്ഷേ അതിൻ്റെയൊക്കെ ഇടയിലും ഒരു ദൂതന്റെ കരുതലിന് വേണ്ടി മാത്രം ആഗ്രഹിച്ചാൽ മതി. മാറായിലെ വെള്ളം കുടിപ്പാൻ ഇസ്രായേൽ മക്കൾക്ക് കഴിഞ്ഞോ? കാരണം അത് കയ്പുള്ള വെള്ളമാണ്. എന്നാൽ കയ്യെത്തും ദൂരത്ത് ദൈവം ഒരു മരക്കൊമ്പ് കാണിച്ചു കൊടുത്തു. ആ മരക്കൊമ്പ് വെട്ടി ഈ വെള്ളത്തിലിട്ടപ്പോൾ ഇസ്രായേൽ മക്കളുടെ ഈ മാറായിലെ കയ്പ് എന്തായി തീർന്നു? മാറായെ മധുരമാക്കി തീർക്കുമവൻ, അല്ലേ? മധുരമായി തീർന്നു. നിങ്ങൾ ചിന്തിക്കൂ, ഈ മരക്കൊമ്പ് തേടി ഭൂഖണ്ഡങ്ങൾ താണ്ടേണ്ടി വന്നില്ല, മരുഭൂമികൾ അലയേണ്ടി വന്നില്ല. എവിടെയായിരുന്നോ കയ്പ്, അതിൻ്റെ കയ്യെത്തും ദൂരത്ത് ഒരു മരക്കൊമ്പ്. ഇതാണ് ദൈവം. ചിന്തിച്ച് ആ മരക്കൊമ്പ് കുരിശാണെന്ന് പിതാക്കന്മാർ പറയും. നമ്മുടെ കയ്പിനെ മധുപാത്രമാക്കുന്ന കുരിശ്, നമ്മുടെ കയ്പിനെ മധുരസമാക്കുന്ന കുരിശ്. ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം, അല്ലേ? ഇലപൊഴിയുന്നതിന് മീതെ തളിര് വരുന്നൊരു കാലമുണ്ട്. ഈ വല നമ്മളെ പഠിപ്പിക്കുക. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. കരയുന്ന കുഞ്ഞേ, ഈ കവിളിൽ തന്നെ ഒരു പുഞ്ചിരി വരും. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം, അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അതുകൊണ്ട് ഈ രാത്രിക്ക് മീതെ പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. ഈ രാത്രി തീരും. ഇരുളാർന്ന രാവുകൾക്കുമപ്പുറം
പുലരിതൻ ശോഭയുണ്ടതോർക്കണം. അല്ലേ? കലിതുള്ളും തിരമാലയ്ക്കപ്പുറം ശാന്തി നൽകുമേശു ഉണ്ടതോർക്കണം. എല്ലാത്തിനും മീതെ, എല്ലാത്തിനും മീതെ ഒരു മരക്കൊമ്പ് കയ്പിന്റെ ദൂരത്ത് ദൈവം കരുതിയിട്ടുണ്ട്. പക്ഷെ ഒന്നുണ്ട്, പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ആ പുലരിയിൽ, ആ തണുത്ത പ്രഭാതത്തിൽ ശൂന്യമായ വലയും വിവരണമായ മുഖവുമായി 7 പേർ തീരത്തേക്ക് അടുക്കുമ്പോൾ ഒരു വിളിയുണ്ട്. നിങ്ങൾ കേട്ടോ വിളി? എന്താ വിളിച്ചവരെ? കുഞ്ഞുങ്ങളെ. എന്താ വിളിച്ചത്? കുഞ്ഞുങ്ങളെ. അവരിന്നോളം കേട്ടിട്ടില്ല വിളി. കുഞ്ഞുങ്ങളെ. ഓർക്കണം, തന്നേക്കാൾ പ്രായമുള്ള മനുഷ്യനുണ്ട്. പത്രോസിന് കർത്താവിനേക്കാൾ ഒരു 3 വയസ്സ് കൂടുതലാണ്. എന്നിട്ടും വിളിച്ചു, എൻ്റെ മക്കളെ, കുഞ്ഞുങ്ങളെ, ഓ മൈ ചിൽഡ്രൻ. നമ്മളോ? നമ്മുടെയൊക്കെ വിജയങ്ങളുടെ തീരത്ത് കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കാൻ ആളുണ്ടാവും. ഫുൾ A+ ഇങ്ങോട്ട് വന്നു കയറുമ്പോ മോളെ, ഫുള്ള് സപ്ലി ആയിട്ട് വരുമ്പോഴോ മോളെ വിളിക്കും. സപ്ലി അടിച്ചു വരുമ്പോ മോളെ എന്ന് വിളിക്കുമോ? ഇല്ല. എന്നാൽ ഫുള്ള് സപ്ലി ആയിട്ട് വരും 7 എണ്ണം. കുഞ്ഞുങ്ങളെ. നമ്മുടെ വിജയങ്ങളുടെ തീരത്ത് കാത്തു നിൽക്കാൻ മനുഷ്യരുണ്ടാവും. ക്രിക്കറ്റിൽ സെഞ്ചുറി അടിച്ചിട്ട് വരുമ്പോ ഗ്യാലറി എഴുന്നേറ്റ് നിൽക്കും, കൈയടിക്കും. പക്ഷെ 0-ന് ഡക്കൗട്ട് ആയിട്ട് വരുമ്പോ ഒരു പൂച്ചക്കുഞ്ഞു പോലും കാണത്തില്ല. വിജയങ്ങളുടെ തീരത്ത് കാത്തു നിൽക്കാൻ മനുഷ്യനുണ്ട്. പക്ഷേ നമ്മുടെ പരാജയങ്ങളുടെ തീരത്ത് കാത്തു നിൽക്കാൻ ആരുണ്ടാവും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ പടക് മുഴുവൻ നല്ല നെയ്മീനും ആഗോലിയായിട്ടാണ് കയറി വന്നിരുന്നെങ്കിൽ ഈ പ്രഭാതത്തിൽ എത്ര പേര് അവിടെ കണ്ടനെ വലിച്ചു കയറ്റാൻ? എന്തൊരു ആരവങ്ങളാൽ മുഖരിതമായനെ ആ തീരം. പക്ഷേ വിജനമായ തീരത്ത്, മക്കളെ, ഇതാണ് നമ്മുടെ ദൈവം. വലകൾ നിറഞ്ഞാൽ അനേകരെത്തും, വലകൾ ശൂന്യമായാൽ ആര് വരും? തവിട് കിട്ടാത്തവന് വേണ്ടി തടിപ്പിച്ചൊരു കാളക്കുട്ടിയുണ്ട്, മറക്കല്ലേ. പുതിയ നിയമത്തിൽ ധൂർത്തപുത്രന്റെ ഉപമയില്ലേ? തവിട് പോലും കിട്ടാതെ കടന്നവന് വേണ്ടി തടിച്ച കാളക്കുട്ടിയല്ല. തടിച്ച കാളക്കുട്ടിയാണെങ്കിൽ ഈ പിണ്ണാക്കും പുളിയരിയൊക്കെ തടിച്ചാണെന്ന് പറയാം. അല്ല, തടിപ്പിച്ച കാളക്കുട്ടി. ഈ കുട്ടി എന്തെങ്കിലും വരും എന്നറിയാമായിരുന്നു. അതൊരു കാത്തിരിപ്പാണ്.